ഞാൻ ആക്ച്വലി ഭയങ്കര നെർവസ് ആണ് ഗൈസ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കേട്ടോ. മോയ്സ്ചറൈസ് മാത്രമേ ചെയ്യുള്ളൂ. അതിന് മുന്നായിട്ട് ഫേസ് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഡെർമവൈവിന്റെ ഫേസ് ക്ലൻസർ, ഹൈഡ്രാ ക്ലൻസർ വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്കറിയാം pH ബാലൻസ്ഡ് ആണ്. നാച്ചുറൽ കൊളോയിഡൽ ഓട്ട് മീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോപ്പ്, SLS, ഫ്രേഗ്രൻസ്, പാരബീൻ അങ്ങനത്തെ ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇല്ല. നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു അടിപൊളി ഹൈഡ്രാ ക്ലൻസർ ആണിത്. സോ ഇതെന്തായാലും ചെക്കൗട്ട് ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആൻഡ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാൻ പോണത് നമ്മുടെ ന്യൂട്രിഡേമിന്റെ പുതിയ മോയ്സ്ചറൈസർ കൊണ്ടാണ്. ആൻഡ് നിങ്ങൾക്കറിയാം പുതിയ പാക്കേജിംഗ് ആണ്. വൈറ്റമിൻ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു മോയ്സ്ചറൈസർ ആണിത്. സോ അത്യാവശ്യം ലൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണു. എന്തോ ഒരു മങ്ങല് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് സ്കിന്നിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് മാക്കിന്റെ 6+ സ്പ്രേയും കൂടെ അടിക്കുന്നുണ്ട്. നിങ്ങളൊരു കണ്ടീഷൻ ചെയ്യാനായിട്ട് ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് ലിപ് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ട്. ആൻഡ് ലിപ്സ്റ്റിക് ഞാൻ വെറ്റ് n വൈൽഡിന്റെ ഒരു ലിക്വിഡ് കാറ്റ്സ്യൂട്ട് ഇൻ ദ ഷെയ്ഡ് ന്യൂഡിസ്റ്റ് പീച്ച് ആണ് അപ്ലൈ ചെയ്യണേ. ജസ്റ്റ് ഒരു കുഞ്ഞി ലെയറെ അപ്ലൈ ചെയ്യുള്ളൂ, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ അത്രേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ ഞാൻ മാക്കിന്റെ ആ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ആ റൂമിലാണ്. സോ ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആൻഡ് അത്രേ ഉള്ളൂ ബേസിക്കലി. സോ ഞാൻ എന്തായാലും ഫേസ് റെഡിയായി. ഇനി നമുക്ക് ഡ്രസ്സ് മാറണം. അത് ഞാൻ എന്തായാലും പോണേന് തൊട്ട് മുന്നേ ആയിരിക്കും മാറാം. സമയം എത്രയായി നോക്കട്ടെ. സമയം 3:21 ആയി. നമുക്ക് 3:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഇനിയിപ്പോൾ ഡ്രസ്സ് മാറാമല്ലേ, അധികം സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ചേട്ടൻ ഉറങ്ങാണ്, ഉച്ചമയക്കത്തിലാണ്. ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്താണ് അവസ്ഥ. എന്താ ഉറങ്ങാഞ്ഞേ? ആണോ? ഞാൻ റെഡി ആവട്ടെ എന്നാ. ഇരുട്ടറയാണല്ലോ ഭർത്താവ്. ഇപ്പൊ ലൈറ്റ് ഒന്നുമല്ല. അതെന്തത് ഭയങ്കര ഭീകരമായ ഒരു ചേഞ്ച്. ഓൾറൈറ്റ്, അപ്പൊ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം മക്കളെ. ഡ്രസ്സ് മാറിയിട്ട് വരാം. എന്ത് കാണിക്കണേ? ശരി നല്ലതാ. ഫോണെടുത്തില്ല. ഞാൻ അടിയിൽ വെയിറ്റ് ചെയ്യാം. കളറ് എന്താ കൂടി ഇടുമ്പോ ഇനി നേരെ ഇരിക്കും. നല്ല കണ്ണുണ്ടാവും. അതാ വീടിന്റെ കീഴത്തില്ലേ? ഫൈനലി ഞാൻ കാറിലെത്തി. അയ്യോ ചൂട്, ഭയങ്കര ചൂട്. എടുക്കാം. ഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ചേട്ടൻ മുകളിൽ ഫോൺ എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര മണി സമയം? ഞാൻ ഫോൺ എടുത്തില്ലേ ഇനി. 3:45 ഓൾറെഡി. 3:46 ആയി. പക്ഷെ 3/4 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു എസ്റ്റിമേറ്റ് ആണ് 1 hour വേണ്ടി വരും എന്നുള്ളത്. സോ 4:30 നമ്മുടെ അപ്പോയിന്റ്മെന്റ്. ഞാൻ ആദ്യമായിട്ട് പോകണം കേട്ടോ മഞ്ചേരി. കോഴിക്കോട് പോകുമ്പോഴൊക്കെ ആ വഴി പോകുന്നല്ലാണ്ട് ഞാൻ മഞ്ചേരിക്കായിട്ട് പോയിട്ടില്ല അതുവരെ. ചേട്ടൻ്റെ പിന്നെ മാർക്കറ്റാണ്, അതുകൊണ്ട് ചേട്ടൻ പോവാറുണ്ട്. എനിക്ക് തന്നെ നല്ല ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എന്താണെന്നറിയില്ല. ബട്ടർഫ്ലൈ നൂരാ പോവാ എന്താണെന്നറിയില്ല. എനിക്ക് മൊത്തത്തിലൊരു ശരിയാവോ എന്നൊരു പേടി. എനിക്കിപ്പോ തൃശ്ശൂരിൽ നിന്നൊക്കെ കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നൊക്കെ കളർ ചെയ്യാന്ന് പറയുമ്പോൾ അത്ര ടെൻഷൻ തോന്നാറില്ല. ഇവിടെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ് എല്ലാം അടിപൊളിയായിട്ട് വരും എന്ന് വിചാരിക്കണം. ആൻഡ് ബൈ ദ വേ ഞാൻ ഈ ഒരു ബ്രൗൺ ടോപ്പും പിന്നെ ഈ ഒരു ലൈറ്റ് റോസ് ഷീന്ന് വെച്ചിട്ടുള്ള ഒരു പാൻറ്റും ആണ് ഇട്ടിരിക്കുന്നത്. മുഖത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ചും കൂടെ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാക്കിന്റെ മാൻഡറി നോ എന്ന് പറഞ്ഞിട്ടുള്ള പൗഡർ കിസ് ലിപ്സ്റ്റിക് അതാണ് എടുത്തിരിക്കുന്നത്. സോ അത് ഞാൻ വെറ്റ് n വൈൽഡിന്റെ ന്യൂഡിസ്റ്റ് പീച്ചിന്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ മുകളിൽ ഞാൻ പർപ്പിൾ ഹോളിൽ കാണിച്ച ബേബ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള മിലാനി ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പോകല്ലേ എന്റെ മുടി ഈശ്വര കളർ എന്താവുക ഭഗവാനെ എനിക്കറിഞ്ഞൂടാ. 4 മണി അറിയില്ല. 4:30 എത്തുമോ? 3:50 ആയിട്ടുള്ളൂ.
3/4 മണിക്കൂർ പോരാ? അപ്പൊ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. 2 കിലോമീറ്റർ കൂടെ ഉള്ളത് തോന്നുന്നു. കത്തിയാവല്ലേ? എനിക്ക് അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. ടോണിയൻ കയ്യിൽ നിന്ന് എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്താ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഫേഷ്യലോ? ലുലുള്ള ടോണിയൻ കയ്യിൽ നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തേ അതെനിക്ക് ഓർമ്മ വരാത്ത. എന്താണെങ്കിലും ഇവിടെ കത്തി ആവോന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഹെയർ കളറിങ് ഒക്കെ പൊതുവെ എപ്പോഴും കത്തി ആവാറുണ്ടല്ലോ. പറയില്ല, എന്തായാലും നോക്കി നോക്കാം. കത്തിയാണെങ്കിൽ ഞാൻ 2 നേരം മാത്രം കളർ ചെയ്തിട്ട് പോരും. ടോണിയൻ കയ്യിൽ എഴുതിയിട്ടില്ലല്ലോ ഭഗവാനെ. മോളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ മോളല്ല. എൻ്റെ മുടി ബ്ലാക്ക് കളറിൽ ഒന്നും കൂടെ അവസാനമായിട്ട് കണ്ടകള് നല്ലതാണ് വെച്ചല്ല. നമ്മളിതിന് വേറെ കളറിലായിരിക്കും തിരിച്ചു പോകുമ്പോ. എന്താവോ എന്തോ. എവിടെയാണ് നമ്മുടെ സംഭവം? ഫസ്റ്റ് ഫ്ലോറിൽ. തളർന്നു പോയോ? പോസ്റ്റായില്ല. സോ നമ്മൾ ആക്ച്വലി അവിടെ എന്താ പറയുക, ആൾക്കാർ കുറവായതുകൊണ്ട്, ലൈക്ക് സ്റ്റാഫ്സ് കുറവായതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഒരു മാംഗോ ജ്യൂസ് കുടിക്കാൻ പ്ലാനിൽ. ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ചിൽ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന്. അപ്പോൾ അതായിട്ട് അത് കുടിച്ചിട്ട് വേണം നമുക്ക് ടോണിയാൻ്റെക്ക് തിരിച്ചു പോകാൻ. ബേബി ചേട്ടൻ ഫുൾ പോസ്റ്റാട്ടാ പാവം. പിന്നെ ഈ മോള് പുതിയ മോളെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. നല്ല വൈബാണ്. ഫുൾ കാലിയല്ല. നമ്മുടെ ജ്യൂസാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഇരിക്കട്ടെ, നല്ലതല്ലേ? നമ്മുടെ മാംഗോ ജ്യൂസ് എത്തിട്ടോ. ഇനി കുടിച്ചിട്ടാവാൻ ബാക്കി. എന്താ ഗുളുകള്. സോ നമ്മളിതാ മുടി കളർ ചെയ്യാൻ പോവാണ്. ഈ ചേട്ടനാണ് കളർ ചെയ്ത് തന്നെ. ചേട്ടൻ്റെ പേരെന്താ? ബഷീർ. അപ്പോൾ ടോണിയാൻ കയ്യിൽ വരുന്നൊരു ബഷീർ ചേട്ടനോട് ചോദിക്കാട്ടോ ഏതാണ് ബെസ്റ്റ് എന്ന്. ചേട്ടൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് കളറൊക്കെ. ഇപ്പോഴാണ് ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. നമ്മളിത് ചേഞ്ച് ആയിട്ടുള്ളൊരു ലുക്കിലായിരിക്കും ഇനി കാണാം. അപ്പോൾ ഇങ്ങനെയാണ്. ആക്ച്വലി നമ്മളിത് ഒരു ബാലയാജ് ടെക്നിക്കിലാണ് കളർ ചെയ്യാൻ പോണത്. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാം അല്ലേ? ഓക്കെ. Get you out of my mind. It's like I feel it for the first time. Been thinking about you all night. I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. Your dark hair with those eyes so bright. They look into my soul and it sparks my life. Can I take you there? Like it was the first time. Do you remember? Can I take you there? Back to when we felt like this was forever. Can I take you there? Like it was the first time. Do you remember? Can I take you there? You're all I need. Can I take you there? Keep telling me it's alright. How could I be so blind? I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. Your dark hair with those eyes so bright. They look into my soul and it sparks my life. Can I
was the first time, do you remember? Can I take you there? ഫസ്റ്റ് അപ്ലൈ ചെയ്തത് സോഫ്റ്റ് ബ്ലെൻഡർ. നമ്മൾ റൂട്ടിൽ ടച്ച് ചെയ്തിട്ട് എടുക്കുമ്പോൾ സോഫ്റ്റ് ബ്ലെൻഡർ ആണ് ഏറ്റവും ബെറ്റർ. Back to when we felt like this was forever. Can I take you there? Like it was the first time, do you remember? Can I take you there? You're all I need. Can I take you there? 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 ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ല. ഏതാ തല നിൽക്കാൻ വയ്യ. തലനക്കാണ് ബ്ലോണ്ടർ ആപ്ലിക്കേഷൻ ഇതെന്ത് കോലത് ചന്ദ്രൻ്റെ ഇതിൻ്റെ മുകളിലാണ് കളറിക്കാൻ അതായത് നമ്മൾ ഫസ്റ്റ് സോഫ്റ്റ് ബ്ലെൻഡർ അപ്ലൈ ചെയ്തത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു മൾട്ടി ബോണ്ട് അപ്ലൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ബോണ്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമുക്ക് അതിൻ്റെ ഷെയ്ഡ് നമുക്ക് കിട്ടാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫ്റ്റ് ബോണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഒരു കളർ ഷെയ്ഡേ കിട്ടുള്ളൂ. മൾട്ടി ബോണ്ട് ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടഫായിട്ട് കളർ ആഡ് ചെയ്യാൻ കഴിയും. ഇത് എത്ര കാലം നിൽക്കും ഇപ്പോൾ ഈ കളറിങ്? കുറേ കാലം നിൽക്കും. നിങ്ങൾക്ക് കുറേ കാലം നിൽക്കണമായിരുന്നാ? അല്ല ഇത് നമ്മുടെ കളർ പിന്നീട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെയും പിന്നെ ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല ഇല്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലീച്ച് ചെയ്യുമ്പോൾ പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വന്നിട്ടൊരു സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കാരണം ഹെയർ ഡാമേജ് ആവും. അപ്പോൾ ഈ ഡാമേജ് ആയത് ഒന്ന് റിക്കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്പാ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ കഴിയുള്ളൂ. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇടയ്ക്കൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ മുടിനെ കെയർ ചെയ്തെടുക്കാം. അത് എത്ര മാസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്? അത് ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ആയിട്ട് ചെയ്യാം. ഓയിലും ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ? ഓയിലോ? ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണ കഴിയുന്നതും പാരച്യൂട്ടിൻ്റെ ഒഴിച്ചിരിക്കാനല്ലേ ഏറ്റവും നല്ലൊരു സിറം അപ്ലൈ ചെയ്യാൻ പറ്റാം. അല്ല ഞാൻ എപ്പോഴും ഷാമ്പു ചെയ്യുന്നതിന് മുന്നേ എണ്ണ വയ്ക്കാറുണ്ട്, ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ. ഓക്കെ, ചെയ്തുകൊണ്ട് അതിന് ഏറ്റവും ബെറ്റർ മാം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണറോ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിൻ്റെ മാസ്ക് അപ്ലൈ ചെയ്യാം. അത് ഷാമ്പു വാഷ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം മാസ്ക് അപ്ലൈ ചെയ്യാം. മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യാം. നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തതിനു ശേഷം ഒരു സിറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈനെസ് ഒഴിവാക്കി കിട്ടും. മുടിക്ക് ഷൈനിങ് ഉണ്ടാവും, ഡ്രൈനെസ് ഒഴിവാകും. പിന്നെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് നമുക്ക് മാസ്കും സിറം ഒക്കെ അപ്ലൈ ചെയ്യും. റെസ്റ്റ് മോഡിലാണ് 10 മിനിറ്റ് നിൽക്കണം, എന്നിട്ടാണ് വാഷ് ചെയ്യുക. തല എടുക്കാൻ വയ്യാത്തത് ഞാൻ പറയുന്നില്ല. ക്ലിയോപേട്ര. സോ ഇതാണ് നമ്മുടെ തൊട്ടൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അടിയല്ലേ ഉണ്ടല്ലേ, ചന്ദ്രനെ വന്നതുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടെ വെക്കണം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് എനിക്കൊരു ഐഡിയ ഇല്ല എന്ത് കളറാണ്. നമ്മൾ കുറേ കളേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ ചേട്ടനാണ് തീരുമാനിച്ചത് ഏത് കളറാണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് അറിയില്ല ഏത് കളറാണെന്ന്. ആക്ച്വലി ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. സോ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നന്നായാൽ മതിയായിരുന്നു. നിധി ചേട്ടൻ ഇവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വല്ലതും പറയാനുണ്ട്? ഞാനൊരു മുട്ടടിക്കുന്നു. വോട്ടടിക്കുന്ന എന്തെങ്കിലും ചെയ്യാറുന്നില്ലേ? താഴെ അത് ശരിയാ, സ്റ്റാഫ് ഭയങ്കര കുറവാണ്. അപ്പം അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ ടൈമില്ല. അയ്യോ കഴിയണം. ആ വിശക്കുണ്ട്. ഇങ്ങനെ കല്യാണം ഈ തല നിൽക്കാൻ വയ്യ. സത്യം വന്നാൽ നിറച്ചത് ഞാൻ അനക്കാൻ പറ്റണില്ല. ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ കളറ് മാറി നമുക്ക് കാണാൻ പറ്റും. കളറായിട്ടില്ലല്ലോ. ഈ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡബിൾ കളറായിട്ടാണ്. ഇത് യെല്ലോ ഷെയ്ഡും ഒരു വൈറ്റ്. ഈ യെല്ലോ ഷെയ്ഡിൽ നമ്മൾ മറ്റേ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ട് നമുക്ക് കളർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള ഭാഗത്തിൽ മറ്റേ കളർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും. അതായത് മുകളിൽ ലൈറ്റായിട്ടും ഏറ്റവും അടിയത്തെ എൻഡിലേക്ക് നല്ല ഡാർക്കായിട്ട് കിട്ടും. ഓക്കെ, കൊടുക്കാൻ പോണ കളറല്ലേ? കണക്കട്ട എനിക്ക് ഓർമ്മ അറിയിച്ചിട്ട് കരാട്ടക്കിട്ടുള്ള പയ്യനെ നമ്മൾ സീലിംഗ് കെയർ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലോണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് കെയർ അപ്ലൈ ചെയ്ത് നിർബന്ധമാണ്. അത് ഹെയറിൻ്റെ പ്രൊട്ടക്റ്റിന് വേണ്ടിയാണ്. ഓക്കെ, ഹെയർ ഡാമേജ് ആവാതിരിക്കുന്ന വേണ്ടിയിട്ടാണ് സീലിംഗ് കെയർ. വെള്ളത്തിട്ടുണ്ടോ? അതിന് കളറിനനുസരിച്ച് ഇത് അതിപ്പോൾ വെറ്റ് ഹെയറിനാണ് ഇപ്പോൾ കാണുന്നത്. അത് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം ഹെയർ എല്ലാവർക്കും അതേപോലെ കട്ടായി കിടത്തിട്ടാണ് അതിൻ്റെ കറക്റ്റ് ഇത് വരുള്ളൂ. അതെ അതെ അതെ.
സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രീക്കില്. അപ്പൊ അത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് വരാൻ പോണേന്ന്. അപ്പൊ അത് കാണിച്ചിട്ടില്ല, കാരണം ഫൈനൽ ലുക്ക് സർപ്രൈസ് ആണല്ലോ. അപ്പം ഫുൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ഹെയർ. അത് കഴിഞ്ഞ ഒരു 15 മിനിറ്റ്സ് വെക്കണം. നമുക്ക് കാണാം എന്താണ് ശരിക്കുള്ള കളർ. മോളൊക്കെ ഓൾമോസ്റ്റ് എടുക്കാറായി. ഇപ്പൊ നമ്മൾ ബാക്ക് സൈഡിൽ കഴിഞ്ഞിട്ടോ, അതിൽ 2 സൈഡിലും കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ വെക്കാന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ മറ്റേ ഇതില്ലേ പാണ്ടിപ്പടയുള്ള സെറിങ് പറഞ്ഞ പോലെ കേട്ടൊക്കെ. ഇതിപ്പോ ഈ കളർ നോർമൽ ബ്ലാക്ക് മുടിയുമായ പിടിക്കില്ല കളർ? ഇല്ല, ആവേ ഇല്ല. എങ്ങനെ മനസ്സിലായ? അല്ല, ഇതിപ്പോ നമ്മൾ ചെയ്യണതിന്റെ ഇടയിലേ ഈ കളർ ഈ ബാക്കി നോർമൽ ബ്ലാക്ക് മുടിയുമൊക്കെ ആയ പിടിക്കില്ല. 6 മന്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ 7 മന്ത് കഴിഞ്ഞാല് കളർ ഷെയ്ഡ് ആയിട്ട് വരും. ഷെയ്ഡ് മാറി തുടങ്ങും. ഷെയ്ഡ് മാറി തുടങ്ങും. ആ ഷെയ്ഡ് മാറി തുടങ്ങുമ്പോ നമുക്ക് തന്നെ അറിയാലോ, നമ്മളെ ഹെയർ കണ്ട നമുക്ക് തന്നെ അറിയാം ഷെയ്ഡ് മാറിയിരിക്കണെന്നുള്ളത്. ഒരു ബാഡ് ഷെയ്ഡ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് തന്നെ ചൂസ് ചെയ്തിട്ട് വേറെ കളർ ഇതാക്കണം. അല്ലെങ്കിൽ പഴയ പോലെ മുടി പഴയ കളറാക്കാൻ പറ്റില്ല അല്ലേ? പഴയ കളർ ആക്കാം, ബ്ലാക്ക് അടിച്ചാൽ മതി. ശരി. ഞാൻ കല്യാണത്തിന് തൊട്ട് മുന്നേ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് അത് മാറ്റാൻ വേണ്ടി ക്രോപ്പ് ചെയ്യാ ചെയ്താൽ മുടി. റിവേഴ്സ് ബോബ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു സംഭവം. പക്ഷെ നല്ല ഷോർട്ടായിട്ട് ഇവിടെ വരെ ഇങ്ങനെ, ഇവിടെ നീളം കൂടുതൽ ബാക്കിൽ നീളം കുറവായിട്ടാണ്. അത് പിന്നെ കൊറേ കാലം എടുത്തു, 1 കൊല്ലത്തോളം എടുത്തു ഈ ഒരു ലെങ്ത് ആവാൻ. ഞാനിനി പല പല ഫണ്ണായിട്ടുള്ള കളേഴ്സ് ട്രൈ ചെയ്യാന്ന് വിചാരിക്കാം. നീലയും മഞ്ഞയും മാറി മാറി. റെയിൻബോ എന്നറിയപ്പെടും. റെയിൻബോ കഴിയാറായി ഏകദേശം. ഈ സൈഡും കൂടെ ഉള്ളു, അത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ആണ്. ഹാഫ് ആൻ അവർ ആക്കണം അല്ലേ? വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാം. ഓക്കെ. ചേട്ടൻ ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിനി കഴിക്കാൻ പോവാണ്. മുകളിൽ ചിക്കിങ് ഉണ്ട്, അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്താണ്. അതെ, ആ സ്മെല്ല് ഇങ്ങനെ കിട്ടാ നല്ല സ്ഥലം കേട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അയ്യോ, ഇങ്ങനെയാണ് നമ്മളിരിക്കണേ. കോമഡി ഉണ്ടല്ലോ, തലയിൽ ഫുൾ അലൂമിനിയം ഫോയിലായിട്ട്. എനിക്ക് പ്രൈസ് മാത്രമേ തെറ്റാ. സ്ട്രോബെറി ഷേക്ക് പോലെ ഉണ്ട്. സ്ട്രോബെറി ഷേക്ക് പോലെ ഉണ്ട്. അത് വെള്ളമല്ലേ, മുടിയല്ല.
കണ്ടറിയാം. അത് കളർ കുറച്ച് ഇളകി പോകുമല്ലേ കഴുകുമ്പോ? അയ്യോ ഇവിടെ ഇത് വെയിലത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ട്രൈ ചെയ്തു. ഇനി ബ്ലോ ഡ്രൈ Get you out of my mind. It's like I feel it for the first time. Been thinking about you all night. I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. Short dark hair with those eyes so bright. They look into my soul and it sparks my life. Can I take you there? Like it was the first time. Do you remember? Can I take you there? Back to when we felt like this was forever. Can I take you there? Like it was the first time. Do you remember? Can I take you there? You're all I need. Can I take you there? Can I take you there? Be so blind. I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. Short dark hair with those eyes so bright. They look into my soul and it sparks my life. Can I take you there? Like it was the first time. Do you remember? Can I take you there? Back to when we felt like this was forever. Can I take you there? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഹെയർ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വീട്ടിൽ പോയിട്ട് ശരിക്കും നോക്കാമല്ലേ. ഓൾറെഡി ഭയങ്കര ലേറ്റായി. അപ്പം നമ്മൾ പോകാൻ നിൽക്കുകയാണ്. കേൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അറ്റത്ത്. 16. അപ്പോൾ താങ്ക് യു ബഷീർക്ക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. ആൻഡ് ഇതാണ് നമ്മുടെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് ഒരേ ഒരു പ്രശ്നം, ഈ ഒരു ഭാഗത്ത് ഇത്രയും ബ്രൈറ്റ് റെഡ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ബ്രൗൺ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഭയങ്കര റെഡിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേർപ്പിള് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വലിയ കാര്യത്തിൽ കേളൊക്കെ ചെയ്താട്ടാ. പക്ഷെ എൻ്റെ മുടിയിൽ ഒട്ടും കേൾസ് നിൽക്കില്ല. സോ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് സ്ട്രൈപ്സ് പോലെ ഉണ്ട്. മസ്കട എങ്ങനെയുണ്ട് ചേട്ടു? അപ്പം ഞാൻ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് കളർ ചെയ്തിട്ടുള്ളൂ. ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. നാളെ രാവിലെ അറിയാൻ പറ്റുള്ളൂ എന്താണ് അവസ്ഥ എന്ന്. എനിക്കിവിടെ നല്ല റെഡായിട്ട് തോന്നുന്നുണ്ട്. രാവിലത്തേക്ക് എന്താകുമോ അറിയില്ല. നോക്കി നോക്കാം എന്തായാലും. അപ്പം എന്തായാലും മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ്. ഓക്കെ, എനിക്ക് കാണാൻ പറ്റില്ല ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. സോ പേർപ്പിള് ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗം എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ലെറ്റ് സീ, നമുക്ക് നോക്കാം നാളെ എന്താണ് അവസ്ഥ എന്ന്. സോ പിന്നെ നമുക്ക് നാളെ കാണാം. ഇന്ന് തീരെ വയ്യ, നല്ല രാത്രി ആയിട്ടുണ്ട്. നേരെ കിടന്നുറങ്ങാൻ പോവാണ്. സോ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. സോ ഇത് പിറ്റേ ദിവസമായി. ഞാൻ എണീറ്റു, പല്ലേച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മെയിൽ കഴുകി. ആൻഡ് ഫൈനലി
ഓടി വന്നിരിക്കുകയാണ് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാൻ എന്തായി ഫൈനൽ റിസൾട്ട് എന്ന് വെച്ചാൽ ഞാൻ മുടി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ അഴിച്ച് കാണിച്ചു തരാം. കണ്ടോ? അപ്പം ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള കളറ്. സോ പേർപ്പിൾ ഇസ് ലൈക്ക് അടിപൊളിയായിട്ട് എടുത്ത് കാണുന്നുണ്ട്. പേർപ്പിൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ എടുത്ത് കാണുന്നു. പൊതുവെ ബ്ലാക്ക് മുടിയിൽ ഭയങ്കര കഷ്ടപ്പാടാണ് പേർപ്പിളൊക്കെ എടുത്ത് കാണാൻ. പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ഹെയർ കളറാണ്. ആൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക താഴെ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് പെർമനൻറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് റീകളറൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഞാൻ ഇത് കുറച്ച് ബോറടിച്ച് കഴിയുമ്പോൾ ഇനി വീണ്ടും പോയിട്ട് ചേഞ്ച് ചെയ്യും. എസ്പെഷ്യലി ഈ ഭാഗം എനിക്ക് നന്നായി ചേഞ്ച് ചെയ്യണം എന്നുണ്ട്. കാരണം അവിടെ കുറച്ച് കുളമായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരു നാച്ചുറൽ ബ്രൗണാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഫേസ് ഫ്രെയിം ചെയ്യണമല്ലേ, അതുകൊണ്ട്. സോ അത് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ ഇഷ്ടമാവാതിരുന്നിട്ടുള്ളൂ, ഈ ഒരു റെഡിഷ് ഇവിടെ ഇങ്ങനെ വന്നത്. അതല്ലാതെ ബാക്കിയെല്ലാം ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. നല്ല സർവീസ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു, ഒരു കംപ്ലയിൻസും പറയാനില്ല. സോ ഞാൻ ഇപ്പോഴത്തെ റൂമിക്കും കൂടെ വന്നിരിക്കുകയാണ്. കുറച്ചും കൂടെ ലൈറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കളറ് ഒരക്ഷയില്ലാതെ അടിപൊളി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 5-10 സൈഡും കൂടെ കാണിച്ചു തരാം. കണ്ടോ? സോ ഈ മോൾ ഭാഗം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ട്രീക്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് അത് ഫേസിനെ ഫ്രെയിം ചെയ്യണ കാരണമാണ് പ്രശ്നം. നമ്മുടെ നാച്ചുറൽ ഹെയർ കളർ റെഡ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫേസിലേക്ക് ആ ഒരു റെഡ് വരുമ്പോൾ അത് ശരിക്കും ഭയങ്കരമായിട്ട് എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം. അതിങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്താൽ തീരും, പക്ഷെ എന്നും ക്ലിപ്പ് ചെയ്ത് നടക്കാനും പറ്റില്ല. സോ അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും ഒരു കുറച്ച് വീക്സ് കഴിഞ്ഞിട്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഈ ഭാഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഓസം അല്ലേ, അടിപൊളിയായിട്ടുണ്ട് ഈ പേർപ്പിള്. അയ്യോ ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേർപ്പിള്. I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. Your dark hair with those eyes so bright. They look into my soul and it sparks my life. Can I take you there? ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് ഒരു 2 days ആഫ്റ്റർ ആണ്. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹെയർ റീഡൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ശരിക്കും കാണിച്ചു തരാം, പ്രോപ്പർ ലൈറ്റിൽ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആക്ച്വലി കുറച്ച് കൂടുതലായിട്ട് ഓറഞ്ചിഷ് യെല്ലോയിഷ് ഒരു ടിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ക്രൗൺ ഏരിയയിൽ. ആൻഡ് ഐ ജസ്റ്റ് ഫ്രീക്ഡ് ഔട്ട്. നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടാവും, കുറച്ച് കൂടുതൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആകെ കൺഫ്യൂഷനിലായിരുന്നു. ആൻഡ് താങ്ക് ഗോഡ് നമ്മുടെ ടോണി ആൻഡ് ഗൈ നേരിട്ട് വിളിച്ചു. അവർ ലൈക്ക് ദ ഹെഡ് ഓഫീസിനെ, എറണാകുളത്ത് നിന്നുള്ള ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു. ആൻഡ് അവർ ചോദിച്ചു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഫിക്സ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, ഫിക്സ് ചെയ്യാനുണ്ട്, എനിക്ക് ഇവിടെ ക്രൗൺ പോർഷനിൽ കുറച്ച് പ്രശ്നമുണ്ട്, അതൊന്ന് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ദേ വർ ലൈക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് ചെയ്തു തരാം. ആൻഡ് മാം പിറ്റേഴ്സ് എന്നാന്ന് വെച്ചാൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേഴ്സ് തന്നെ ഡേറ്റ് കൊടുത്തു. ആൻഡ് ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയി ആൻഡ് വീണ്ടും റീഡൂ ചെയ്തു. ക്രൗൺ പോർഷൻ മാത്രം കേട്ടോ, കുറച്ചും കൂടെ ഡാർക്ക് ബ്രൗൺ ആക്കി, അത്രേ ഉള്ളൂ. ആൻഡ് റെസ്റ്റ് ഓഫ് ദ ഹെയർ ഇസ് സ്റ്റിൽ ദ സെയിം. ആൻഡ് യാ, അപ്പോൾ അതെനിക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം അമേസിങ് സർവീസ് ആയിരുന്നു അത്. കാരണം വേറെ എവിടെ അങ്ങനെ ചെയ്തു തരില്ല, ഫ്രീ ആയിട്ട് അങ്ങനെ റീഡൂ ചെയ്തു തരില്ല. സോ ടോണി ആൻഡ് ഗായ് ഓഫ് കോഴ്സ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്, അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വർത്തിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ശരിക്കുള്ള കോലം കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് എൻ്റെ ഹെയർ. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ന്യൂ ഹെയർ കളറ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇന്നലെ വന്നുടനെ ഒന്ന് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഷാംപൂ കണ്ടീഷണർ ഓയിൽ ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന എടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ആ എക്സ്ട്രാ കണ്ടീഷണർ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് പിങ്ക് കളർ ഒഴുകി പോകണം ഞാൻ കണ്ടു. ഞാൻ ശരിക്കും പേടിച്ചു, ഈശ്വര വീണ്ടും കളർ ചെയ്തതൊക്കെ പോയോന്ന്. പക്ഷെ ഒന്നും പോയിട്ടില്ല കേട്ടോ, എല്ലാം സോളിഡ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. സോ ഈ ഭാഗത്തൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ പ്രീവിയസ് ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടാവും. സോ അത് ഞാനൊന്ന് ഫിക്സ് ചെയ്തു. ആൻഡ് യാ, ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. ലുക്ക് അറ്റ് ദാറ്റ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സ്റ്റൈലാണ്. ഞാൻ എപ്പോഴും ബ്രൗണ് മാത്രമാണ് ചെയ്യാറുള്ളത്. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി.
സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് ടു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഹെയർ വെച്ചിട്ടുള്ള ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ. ഇനി വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റീടച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കുമായിരുന്നില്ല. ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയേനെ. പക്ഷെ റീടച്ച് ചെയ്ത കാരണം ഐ എം റിയലി ഹാപ്പി. ആൻഡ് താങ്ക് യു ടോണി ആൻഡ് ഗൈ, ബഷീർക്ക, അമൽ, എല്ലാവർക്കും, മാനേജർ, എല്ലാവർക്കും. സോ ഇറ്റ്സ് അമേസിങ് ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി. സോ അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. and അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ആൻഡ് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ഈ മുടി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, സോ ബൈ ബൈ.